ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോകാനായിട്ട് വാഗമൺ പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ പോയിട്ട് വരട്ടെ കേട്ടോ. എയർപോർട്ട് തന്നെ ഈ ഭാഗത്താണ്. വരികയാണെങ്കിൽ വരുമെന്ന് ഇങ്ങനെ പറയണു. എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെയൊക്കെ കാലം കഴിയായിരിക്കും, അറിയില്ല. വരികയാണെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങൾക്കൊക്കെ എളുപ്പമായിരുന്നു എവിടെയെങ്കിലും പോകാനൊക്കെ. എറണാകുളം വരെ പോകണ്ടായിരുന്നു. ശബരിമലയ്ക്ക് പോകുന്നവരിതിലേ പോകുന്നേ. ശബരിമലയ്ക്ക് പോകുന്നവരിതിലേ പോകുന്നു. ഈ കാണുന്നതാണ് എരുമേലി ശാസ്താവിന്റെ അമ്പലം. നമ്മൾ പോകുന്ന വഴിയാണ്. അവിടെ കയറി പൈസ ഇട്ടിട്ട് വരട്ടെ കേട്ടോ. ഇതാണ് വാവരുസ്വാമി. ഇതാണ് മസ്ജിദ്, വാവരുടെ മസ്ജിദ്. ഇത് അമ്പലം. അങ്ങനെ ഞങ്ങള് കുട്ടിക്കാനം വരെ എത്തി. കുട്ടിക്കാനം ടൗൺ, മറിയം കോളേജ് കുട്ടിക്കാനം. ബദാം ഹൽവ കിട്ടും. ബദാം ഹൽവ നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ. അതും വാങ്ങിച്ചു. പിന്നെ കുറച്ച് ചിപ്സും വാങ്ങിച്ച് പോകുന്ന വഴി നമുക്ക് കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വിധം വാങ്ങിച്ചു. പക്ഷെ ബദാം ഹൽവ സൂപ്പറാണ്. അത് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് വന്നു. പിന്നെ വാങ്ങിക്കണമെന്ന് തോന്നിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് അപ്പം അമ്മ തേക്കടി പോയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം അന്ന് തേക്കടി വഴി പോകാമെന്ന് വിചാരിച്ചു. തേക്കടി ഇങ്ങനെയും കാണാനായിട്ട് പോയി. അപ്പോൾ അതിലെല്ലാം ഒന്നും അമ്മയ്ക്ക് ഇറങ്ങാൻ അധികം പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ വൺ ഡേ ട്രിപ്പാലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ തേക്കടി എല്ലാം ഒന്ന് ചുറ്റിക്കിറങ്ങി ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അല്ലാതെ ഇറങ്ങുകയില്ല. തേക്കടിയൊക്കെ എങ്ങനെയായി എന്തോ എന്നുള്ളതൊന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ തേക്കടി
കണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ പൂപ്പാറ വഴി അങ്ങനെ പോയത്. നല്ല സ്ഥലമായിരുന്നു കേട്ടോ. പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള നല്ല സ്ഥലങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ പോയപ്പോൾ. അങ്ങനെ ആ വഴി പിന്നെ ഞങ്ങൾ വാഗമണ്ണിലേക്ക് പോവുകയാണ്. പിന്നെ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാമേ. അങ്ങനെ തേക്കടിയിൽ നിന്ന് ഞങ്ങൾ തേനി വഴിയാട്ടോ പോയത്. അപ്പോൾ തേനി മുന്തിരിപ്പാടം കാണണമെന്ന് വിചാരിച്ചാണ് പോയത്. അപ്പോൾ അന്നേരം അവിടെയും പിന്നെ കയറി മുന്തിരിപ്പാടമൊക്കെ കണ്ടാണ് പോയത്. അതും നല്ല ഭംഗിയായിരുന്നു. നേരത്തെ ഞങ്ങൾ പോയിട്ട് അന്നെല്ലാം നന്നായിട്ട് പഴുത്ത് കിടക്കുകയായിരുന്നു. ഇപ്പോൾ പക്ഷേ മുന്തിരി എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് ഇഷ്ടപ്പെടും, കാണാനുണ്ട്. അതും വണ്ടിയിലിരുന്ന് അമ്മ കണ്ട്, ഞാൻ മാത്രമേ ഇറങ്ങി കാണാൻ പോയുള്ളൂ. കാരണം അതൊക്കെ ഇറങ്ങണ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെ അതെല്ലാം കണ്ടാണ് പോയത്. അങ്ങനെയാണ് നേരെ വാഗമൺ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പോയത്. ഇതെല്ലാം കണ്ട് അങ്ങനെ നമുക്ക് കാണാമേ. തേയിലത്തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഏലത്തോട്ടമാണ്. ഏലത്തോട്ടവും ശരിക്കും ഒത്തിരി പോകുന്ന വഴിയെല്ലാം ഏലത്തോട്ടമുണ്ട്. ഏലത്തോട്ടവും കണ്ട് അങ്ങനെ പോവുകയാണ്. പക്ഷേ ഏലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇറങ്ങാൻ പേടിയാവും. കാരണം കാട് പോലെ നിൽക്കുക. വല്ല പാമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. വെളിയിൽ നിന്നിങ്ങനെ എടുത്തതേ ഉള്ളൂ. എനിക്കും പേടിയായിരുന്നു. പിന്നെ അങ്ങനെ പോകുന്ന വഴി ഇനി ഏലത്തോട്ടം ഉണ്ട് കേട്ടോ. അങ്ങനെ കണ്ട് അങ്ങ് പോകുക. നല്ല രസം. ഒത്തിരി മങ്കീസ് ഉണ്ടായിരുന്നു. എന്തുമാത്രം മങ്കീസാ! കുഞ്ഞു കുഞ്ഞു മങ്കികളൊക്കെ. അയ്യോ, നമുക്കങ്ങനെ എടുക്കാൻ തോന്നും. പക്ഷെ നമുക്കങ്ങനെ പറ്റത്തില്ലല്ലോ, എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിലെല്ലാം ഓടിയെടുക്കണം. പക്ഷെ വലിയ ശല്യങ്ങളില്ല കേട്ടോ. നമ്മുടെ കാറയിലേക്കെല്ലാം കയറി വന്നോളൂ. ഞങ്ങളവിടെ നിർത്തിയപ്പോഴത്തേക്ക് കാറേ കയറി ഗ്ലാസ് ഇട്ടേക്ക് തന്നാലും കാറേ കയറി ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. അല്ല വലിയ ശല്യങ്ങളില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ടത് നമ്മളെ ഉപദ്രവിക്കുക, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒത്തിരി കുഞ്ഞുങ്ങളാണ്. ബേബി മങ്കീസ് ആയിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നത്.
അതൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്ന വഴി നല്ല സൂപ്പർ സ്ഥലമായിരുന്നു കേട്ടോ. നമുക്കങ്ങ് കണ്ടുകൊണ്ട് പോകാൻ തോന്നും കേട്ടോ. നല്ല സ്ഥലങ്ങളാണ്, സൂപ്പറാണ്. എങ്ങനെയായാലും ഒരു പ്രാവശ്യം ഈ വഴി ഇങ്ങനെ പോകുന്നത് നല്ലൊരു ഭംഗി. നമുക്ക് വലിയ ചൂടൊന്നുമില്ല, നല്ല കാലാവസ്ഥയുമായിരുന്നു. അങ്ങനെ ഇത് ഏലത്തിൻ്റെ കായ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ചെറുതായിട്ട് ആ തണ്ട് അടിയിൽ നിന്ന് വേരിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ പറിക്കാറായില്ല. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ എന്തായാലും ഒരു പ്രാവശ്യം കാണാനുണ്ട് കേട്ടോ. വാഗമൺ എത്തി. വാഗമൺ ടൗണിൽ കൂടി പിന്നെ അഡ്വഞ്ചർ പാർക്ക്, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര തിരക്കെന്ന്. എനിക്കൊരു ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. അപ്പോൾ തിരക്ക് കാണത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് പോയത് തന്നെ. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അവർ ക്ലോസ് ചെയ്തു, തിരക്ക് കൂടുതലായതുകൊണ്ട്. പിന്നെ അഡ്വഞ്ചർ പാർക്കിലൊക്കെ ഒത്തിരി ക്യൂ നിൽക്കണം നമുക്ക് അതിനകത്തൊന്ന് കയറണമെങ്കിൽ. അപ്പോൾ പിന്നെ അതെല്ലാം വേണ്ടാന്ന് വെച്ചു. കാരണം അത്രയും സമയം നമ്മൾ നിന്ന് ഒത്തിരി സമയം കളയേണ്ടി വരും. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അങ്ങനെ അവിടെ നിന്നെല്ലാം കാണുക ചെയ്തുള്ളൂ. പിന്നെ അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം ഇരുന്നു അങ്ങനെ കാണാം. കാരണം അമ്മയ്ക്കായാലും ഇറങ്ങാൻ പറ്റത്തില്ല, അതുപോലെ ആളായിരുന്നു. അപ്പോൾ അതിന് തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് വണ്ടിയൊന്നും അങ്ങനെ ദൂരെ പാർക്ക് ചെയ്യണം, അടുത്തൊന്നും പാർക്ക് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ എല്ലാം ഒന്നിങ്ങനെ വണ്ടിയെ പോയി കണ്ടതേ ഉള്ളൂ. ഞാൻ മാത്രം ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങിയെന്നുള്ളൂ. അല്ലാതെ വണ്ടിയിലിരുന്ന് കാണാൻ പറ്റും കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ കാണാനും പറ്റി. അങ്ങനെ എല്ലാം കണ്ടു. ഇനിയിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ടില്ല, ബാക്കി എല്ലായിടമൊക്കെ പോയിട്ടുള്ള. ഇവിടുത്തെ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ടില്ല, വയനാട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലെ വരുന്നതായി കുറച്ചുകൂടി നല്ലത്. പക്ഷെ ഞങ്ങൾ വരുന്ന വഴിക്ക് ആദ്യം ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു കുറച്ചുകൂടി നല്ലതായിരുന്നു. പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് വൈകിട്ട് വെയിലാറുമ്പോഴത്തേക്ക് ഇവിടെ വന്നാൽ മതിയല്ലോ എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു. പക്ഷെ തിരിച്ചായിരുന്നു വേണ്ടത്. ആദ്യം ഇവിടെ വന്നിട്ട് പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്രയും തിരക്കില്ലായിരുന്നു. ഇത്രയും തിരക്കുണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതുമില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ടു കേട്ടു അങ്ങനെ അങ്ങ് പോയതേ ഉള്ളൂ. ഗ്ലാസ് ബ്രിഡ്ജ് ഒത്തിരി ആളായതുകൊണ്ട് അവർ ക്ലോസ് ചെയ്തേന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, ആ ദൂരെ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അവിടെ നിന്ന് കുറേ സെൽഫി എടുത്തു, അല്ലാതെ കുറേ ഫോട്ടോ. പിന്നെ അപ്പോഴത്തേക്കും കോടമഞ്ഞ് നന്നായിട്ട് അതാ ഗ്ലാസ് ബ്രിഡ്ജ്. കോടമഞ്ഞ് നന്നായിട്ട് കയറി വരുന്നു. അപ്പം നമുക്കങ്ങനെ കാണാനും ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വരുന്നു. പക്ഷെ ആസ്വദിക്കാൻ നല്ലതാണ്, അവിടെ ഇരുന്ന് ആസ്വദിക്കാൻ നല്ലതാണ്. പക്ഷെ ഇതിനകത്തൊന്നും കയറാൻ പറ്റിയില്ല. അതൊരു ഭയങ്കര സങ്കടമുണ്ട്, കയറാൻ പറ്റാത്തത്. ഇനി അടുത്ത പ്രാവശ്യം പോയി രാവിലെ ഞങ്ങൾ പറഞ്ഞു, രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് അത്രയും തിരക്ക് വരത്തില്ല. ഇന്ന് തിരക്കില്ലെന്ന് വിചാരിച്ച് പോയതാണ്. പിന്നെ ഒരു ഫ്രെയിം ഉണ്ട് കേട്ടോ, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല. ആ ഫ്രെയിം നമുക്ക് ചുറ്റി കറങ്ങുകയൊക്കെ ചെയ്യാം ഫ്രെയിം. അപ്പം അങ്ങനെ പിന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ. സ്വിങ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അല്ലാതെ സിപ്പ് ലൈൻ ഉണ്ട്. പിന്നെ അല്ലാതെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര തിരക്കായിപ്പോയി. അതുകാരണം അങ്ങനെയുള്ളതിലൊന്നും ഞാൻ കയറിയില്ല. എല്ലാം കയറണം എന്നൊക്കെയുള്ള പ്ലാനിൽ പോയതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങ് എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് നല്ലൊരു സമയമായിരുന്നു. രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് 7:30-ക്ക് ഇറങ്ങി, വൈകിട്ട് ഞങ്ങളൊരു 6 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അത് കാരണം വലിയ തിരക്കും ഇല്ലാതെ വലിയ പ്രശ്നങ്ങളില്ലാതെ വേഗം വീട്ടിലെത്താനും പറ്റി. പിന്നെ പോരുന്ന വഴി നല്ല കാലാവസ്ഥയുമായിരുന്നു. ഞങ്ങൾ പത്തനംതിട്ട എത്താറായപ്പോഴത്തേക്കും മഴയൊക്കെ തുടങ്ങിയുള്ളൂ. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ 6 മണിയായപ്പോഴത്തേക്കും തിരിച്ചെത്തുകയും ചെയ്തു. നല്ലൊരു വൺ ഡേ ട്രിപ്പ്. ഇതുപോലെ ഒരു വൺ ഡേ ട്രിപ്പ് പോയാൽ നല്ലതാണ്. നമുക്ക് അധികം വലിയ ക്ഷീണവുമില്ല. കാറിൽ പോയി അങ്ങനെ അങ്ങ് ചെയ്തു. പിന്നെ പോകുന്ന വഴിയാണെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഇവിടെ മുന്തിരി വിൽക്കാൻ ഇഷ്ടം പോലെ ഇരിക്കുന്നു. പിന്നെ നല്ല പേരയ്ക്ക, അതും നല്ലതായിരുന്നു കേട്ടോ. പേരയ്ക്കയൊക്കെ വാങ്ങിച്ചു. അത് നല്ല പേരയ്ക്ക കിട്ടുമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഇങ്ങനെ ഫ്രഷായിരുന്നു. പേരയ്ക്കയൊക്കെ നല്ല ഫ്രഷ് തോട്ടത്തിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്ന് അപ്പം തന്നെ വിൽക്കുന്നതായിരുന്നു. നല്ല പേരയ്ക്കയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ ഏതായാലും ഒരു വൺ ഡേ ട്രിപ്പ് നന്നായിട്ട് ഞങ്ങൾ ചെലവ് ചെയ്തു. നല്ല ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്കങ്ങനെ ബോറടിച്ചില്ല. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ട് പോയി. ഉച്ചത്തെ മാത്രം
വെളിയിൽ നിന്ന് കഴിച്ചു. പിന്നെ സ്നാക്സൊക്കെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയി. പോകുന്ന വഴികൾ അന്നേരം ഒന്നും കടകളൊന്നുമില്ല കേട്ടോ. ദുഃഖവെള്ളി ആയതുകൊണ്ട് കടയില്ലായിരുന്നു. മിക്ക കടകളും അടവായിരുന്നു. പിന്നെ ഈ വാഗമൺ ടൗണിൽ വന്നപ്പോൾ മാത്രമേ കടയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസത്തെ ട്രിപ്പ് ഞങ്ങളുടെ അങ്ങനെ അവസാനിച്ചു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻ്റ് ഇടണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.